ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. വർണ്ണമേറിയ ലോകത്തെ കാണാൻ വേറിട്ട വഴി കണ്ടെത്തിയവർ, മനസ്സിന്റെ ദൃഷ്ടി കൊണ്ട് ലോകത്തെ സ്പർശിക്കുന്നവർ. ആലുവയിലെ ഈ അന്ധവിദ്യാലയത്തിൽ ഓരോ ദിവസവും സന്തോഷത്തിന്റെ അക്ഷരങ്ങൾ എഴുതപ്പെടുന്നു. ഞങ്ങളുടെ വിദ്യാലയം സ്ഥാപിച്ചിട്ട് 63 വർഷങ്ങളായി. 1962 ഈ വിദ്യാലയം സ്ഥാപിച്ചത്. കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റി ആണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്, മാനേജ്മെൻറ്റ്. ഞങ്ങളുടെ വിദ്യാലയത്തിൽ 22 സ്റ്റാഫ് അംഗങ്ങളാണ് ജോലി ചെയ്തു വരുന്നത്. ഇവിടെ നിന്നും 800ഓളം കുട്ടികളാണ് ഇതുവരെ ഈ 63 വർഷങ്ങളായിട്ട് പഠിച്ച് ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ ജോലി ചെയ്ത് നല്ല ജീവിതം നയിക്കുന്നത്. കുട്ടികളുടെ ഓരോ ചുവടും പുതിയ പ്രതീക്ഷകളിലേക്കുള്ള വഴികളാണ്. അവരുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ് ഇവിടുത്തെ ഓരോ അധ്യാപകരും. കാഴ്ചപരിമിതരായിട്ടുള്ള കുട്ടികളെയാണ് ഞാൻ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത്. അത് തന്നെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ ഈ കാഴ്ചപരിമിതരായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് മ്യൂസിക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. പഠിക്കാനും അവർക്ക് ഉപകരണ സംഗീതത്തോടുള്ള താല്പര്യവും ഒരുപാട് കൂടുതലാണ്. മറ്റുള്ള വിഷയങ്ങളെ അപേക്ഷിച്ച് അവർക്ക് മ്യൂസിക് ഒരുപാട് ഇഷ്ടമാണ്. മ്യൂസിക് ക്ലാസ്സിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. കുട്ടികൾക്ക് കാഴ്ചയില്ലെങ്കിൽ പോലും പല കാര്യങ്ങളെക്കുറിച്ചും നമ്മളെക്കാളും കൂടുതൽ ചിന്തിക്കും. ചിലപ്പോൾ നമ്മളോട് സയൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്ന നിലയിൽ എന്നോട് ഞാൻ അവർ ചോദിക്കുമെന്ന് വിചാരിക്കാത്ത കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കും. നല്ല പാവം ടീച്ചേഴ്സാണ്. നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും തീർത്തു തരും. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അവരുടെ കാഴ്ചയില്ലായ്മയെ മറികടന്ന് അവർ ചിന്തിക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളത് ഈ കുട്ടികളെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നു. ഞാനിവിടെ വരുമ്പോൾ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ കൂടെ തന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഇത്തരം കുട്ടികൾ ആദ്യകാലത്തൊക്കെ ഒരു വലിയൊരു സ്ട്രഗ്ലിംഗ് ആയിരുന്നെങ്കിലും ക്രമേണ അത് വളരെ ഈസി ടാസ്ക്കായി മാറും. പിന്നെ അത് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡായിട്ട് മാറി. ഇത്തരം ആളുകളുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ ലൈഫ് എങ്ങനെയാണ്, അവരുടെ പഠനം എങ്ങനെയാണ് പോകുന്നത്, അവരെങ്ങനെയാണ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്, ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങളിലോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് 5.5 വയസ്സുള്ളപ്പോൾ ഗിദു മോഹൻദാസ് ഡയറക്റ്റ് ചെയ്ത കേൾക്കുന്നുണ്ടോ എന്നുള്ള ഷോർട്ട് ഫിലിമിനെ അഭിനയിക്കാൻ പറ്റി. അതിന് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് കിട്ടിയായിരുന്നു 2009. പൊതുവേ ബ്ലൈൻഡായിട്ടുള്ള കുട്ടികൾക്ക് സ്പോർട്സിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് പൊതുവേ പറയാറ്. ആർട്സിനോടായിരിക്കും താല്പര്യം എന്നുള്ളത്. അപ്പോൾ നമുക്കും സ്പോർട്സ് പറ്റും എന്നുള്ളത് ക്രിക്കറ്റ് വന്നപ്പോൾ മനസ്സിലായി. ഞാൻ 2019 തൊട്ടാണ് കേരള ടീം തുടങ്ങിയപ്പോൾ മുതലേ ഞാൻ കേരള ടീമിലെ മെമ്പറാണ്. പിന്നെ 5 വർഷം നാഷണൽ കളിക്കാൻ പറ്റി. പൊതുവെ ആരും ബ്ലൈൻഡ്സ് അങ്ങനെ സ്പോർട്സിനോട് താല്പര്യപ്പെടില്ലാത്തൊരു കൂട്ടത്തിലാണ്. പക്ഷേ എനിക്ക് സ്പോർട്സിനോട് പണ്ട് തൊട്ടേ നല്ല താല്പര്യമായിരുന്നു. ഏറ്റവും വലിയ സിനിമാ നടിയായിട്ട് എല്ലാവരെയും സഹായിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒരു വലിയ പ്ലേബാക്ക് സിംഗർ ആവുക എന്നതാണ്. ഞാൻ അവൾ ഉദ്ദേശിച്ചത് എഞ്ചിനീയറാണ്. എനിക്ക് വലുതായിട്ട് ഒരു സയന്റിസ്റ്റ് ആവാനാണ് ആഗ്രഹം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ടീച്ചറാവാനാണ്. ഈ വിദ്യാർത്ഥികളെ നിർവചിക്കുന്നത് പരിമിതികളല്ല, മറിച്ച് ഉൾക്കരുത്തും ആത്മവിശ്വാസവുമാണ്. പരിധികൾ കടന്ന് സ്വപ്നങ്ങൾ എഴുതുന്നവരാണിവർ.